നേർച്ചയ്ക്ക് ആന ഇടഞ്ഞു എന്നുള്ളതാണല്ലോ ഇന്നത്തെ വലിയൊരു വാർത്ത. ആന ഇടഞ്ഞു എന്ന് മാത്രമല്ല, ആന ഒരാളുടെ കാലിൽ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് തൂക്കി എറിയുന്ന രംഗമുണ്ട്. എങ്ങട്ടാണ് ഈ മനുഷ്യന്മാർ ഓടിക്കൂടുന്നത്? എന്ത് കണ്ടിട്ടാണ് ഈ മനുഷ്യന്മാർ ഓടിക്കൂടുന്നത്? കൂട്ടത്തിലെ പണ്ഡിതന്മാർ വരെ ഇതിനെതിരേക്ക് ഒരുപാട് പ്രസംഗിച്ചിട്ട് പ്രഭാഷണങ്ങൾ നടത്തിയിട്ട് പിന്നെയും അങ്ങോട്ട് വിശ്വാസത്തിന്റെ പേരിൽ ഓടിക്കൂടുന്ന പൊട്ടന്മാരെ, മരപ്പൊട്ടന്മാരെ എന്താണ് വിളിക്കേണ്ടത്? അതിലേക്ക് സംഭാവന കൊടുക്കുന്ന ആളുകളൊക്കെ എന്താണ് ആ വിഡ്ഢികളെ വിളിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു ഉത്സവം അത്രയേ ഉള്ളൂ. ആ ഒരു ഉത്സവം കൂടാനാണെങ്കിൽ ഓക്കെ, അല്ലാതെ നേർച്ച എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കാശ് കൊടുക്കുന്ന മരപ്പൊട്ടന്മാർ, അവിടെ ഓടിക്കൂടുന്ന നേർച്ചയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് ഓടിക്കൂടുന്ന പൊട്ടന്മാർ, അവരൊക്കെ എന്താണ് വിളിക്കേണ്ടത്? ഒരു ഉത്സവത്തിന് ആനയെ കൊണ്ടുവരിക, ആന ഇടയ, ആന ആളെ തൂക്കി വലിച്ചെറിയ, എന്നിട്ട് അതൊക്കെ കണ്ട് കണ്ട് പരിഭ്രാന്തരായിട്ട് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കുറെ ആളുകൾ. എന്താണ് ഈ മനുഷ്യന്മാരൊക്കെ പറയേണ്ടത്? സ്വന്തം പണ്ഡിതന്മാർ വരെ എതിർത്ത് സംസാരിച്ചിട്ട് പിന്നെയും വിശ്വാസത്തിന്റെ പേരിൽ അങ്ങോട്ട് ഓടിക്കൂടുന്ന പൊട്ടന്മാരെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ഒരു ഉത്സവം കാണാൻ വേണ്ടി ചെല്ലുന്ന ആളുകളെ അല്ല. ഏതെങ്കിലും ഒരു മഹാനായ മനുഷ്യന്റെ പേരിലായിരിക്കുമല്ലോ ഇത് സംഘടിപ്പിക്കുന്നത്. ആരെന്തൊക്കെ പറഞ്ഞാലും ഇതിന് പിന്നിൽ ഒരാളുടെ പേരിലാണ് ഏത് പൊട്ടന്മാരാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അവർക്കിത് ബിസിനസ്സാണ്. ആ സംഘടിപ്പിക്കുന്ന ആള് ആരുടെ പേരിലാണോ ഇത് സംഘടിപ്പിക്കുന്നത്, ആ മനുഷ്യന് ദുനിയാവിന്റെ കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു കഴിവ് പടച്ച റബ്ബ് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ആഭാസത്തിനെതിരെ, ഈ ഒരു ആഭാസം സംഘടിപ്പിച്ചവരാരാണോ അവരെ, ആന എങ്ങനെയാണോ കാലിലൊരു മനുഷ്യനെ തൂക്കിപ്പിടിച്ച് എറിയുന്നത് എന്നപോലെ കാലിൽ തൂക്കിപ്പിടിച്ച് നിലത്തടിച്ച് കൊല്ലാനായിരിക്കും ആ ഒരു മനുഷ്യൻ ഖബറിൽ നിന്ന് എണീറ്റ് വരിക. അയാളുടെ ആ ഒരു മറവിട്ട് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വരിക. അള്ളാഹു അയാൾക്കൊരു കഴിവ് ഈ ഒരു ദുനിയാവിന്റെ കാര്യത്തിൽ ഇടപെടാൻ കൊടുത്തിരുന്നെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവന്മാരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.